IT വ്യവസായി വേണുഗോപാലകൃഷ്ണൻ പ്രതിയായ ലൈംഗിക പീഡന പരാതിയിൽ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. കേസ് മധ്യസ്ഥതയിലൂടെ തീർത്തുകൂടെ എന്ന അതിജീവതയോട് സുപ്രീം കോടതി. കേസ് സുപ്രീം കോടതി മീഡിയേഷൻ സെന്ററിലേക്ക് വിട്ടു. ശരത് ലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ശരത് ലാൽ, സുപ്രീം കോടതിയുടെ അസാധാരണ നീക്കം. സേതുലക്ഷ്മി, വളരെ അസാധാരണ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേണുഗോപാലകൃഷ്ണന്റെ IT വ്യവസായ വേണുഗോപാലകൃഷ്ണന് കേരള ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതാണ്. ഈ അവസരത്തിലാണ് ജാമ്യാപേക്ഷയുമായിട്ട് സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തിയത്. ആ സുപ്രീം കോടതിയിലാണ് ഇത്തരമൊരു ചോദ്യങ്ങളും ഇത്തരം നിർദ്ദേശവും മുന്നോട്ട് വെച്ചത്. കാരണം ഈ കേസിലെ മധ്യസ്ഥതയിലൂടെ തീർത്തുകൂടെ എന്നാണ് സുപ്രീം കോടതി ആരാഞ്ഞിരിക്കുന്നത്. അത് അതിജീവതയുടെ അഭിഭാഷകനോടാണ് ഇത്തരമൊരു നിർദ്ദേശം സുപ്രീം കോടതി വെച്ചത്. ഏതായാലും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു മീഡിയേറ്റർ സെന്ററിന്, അതായത് അതിജീവിതയുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മധ്യസ്ഥ ശ്രമം നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി അതിജീവിതയോട് മീഡിയ സെന്ററിലുമായിട്ട് സഹകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കേസ് ഇപ്പോൾ മീഡിയ സെന്ററിലേക്ക് സുപ്രീം കോടതിയെ മധ്യസ്ഥ വഹിക്കുന്ന മീഡിയ സെന്ററിലേക്ക് വിട്ടിരിക്കുകയാണ്. തികച്ചും അസാധാരണമായൊരു നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. സുപ്രീം കോടതി ജസ്റ്റിസ് BV നാഗരത്നയാണ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കമുള്ള കേസുകൾ ഹൈക്കോടതി പരിഗണിക്കുന്ന വേളയിലാണ്, ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കേരളത്തിലെ മറ്റൊരു വലിയൊരു ലൈംഗിക പീഡന കേസിലെ ജാമ്യ ഹർജിയിൽ ഇത്തരം നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ഈ ഒരു തീർച്ചയായും ശരത്ത്